ദേവാനാം ച ഹൃഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരും പ്രണമാമ്യഹം. ദേവന്മാരുടെയും ഋഷികളുടെയും ഗുരുവും ബുദ്ധിക്ക് പാത്രമായവനും മൂന്ന് ലോകങ്ങളുടെയും ഈശ്വരനും സ്വർണവർണ്ണത്തോടു കൂടിയവനുമായ ആ ഗുരുവിനെ, ദേവന്മാരുടെ ഗുരുവിനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ വ്യാഴത്തിൻ്റെ അതിവിശിഷ്ടമായ ശ്ലോകമാകുന്നു ഇത്. വ്യാഴൻ ദേവാചാര്യനാകുന്നു. ജീവഹ എന്നൊരു പര്യായമുണ്ട് വ്യാഴത്തിൽ. ജീവയതി ഇതി ജീവഹ, ജീവിപ്പിക്കുന്നവനാവുന്നു. ഒരു കുട്ടിയെ അച്ഛനും അമ്മയും കാട്ടിൽ ഉപേക്ഷിച്ചാലും ആ ജനന സമയത്ത് ദൃഷ്ടേ അമരരാജമന്ത്രിണ, ദേവന്മാരുടെ ഗുരുവായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ അയാൾ ദീർഘായുസ്സായും സുഖത്തോടു കൂടിയും ജീവിക്കും, ജനിച്ചു വരും എന്ന് പറയുന്നു. അതാണ് ജീവയതി ഇത് ജീവഹ, ജീവിപ്പിക്കുന്നവനാണ്. ഈ വ്യാഴമാണ് ലോകത്തിൻ്റെ സമ്പത്തിനെ നിയന്ത്രിക്കുന്നത്. വ്യാഴം എപ്പോൾ മകരത്തിൽ വരുന്നു ആ സമയത്തൊക്കെ ലോകത്തിൽ ധനപരമായ അപജയങ്ങൾ നടന്നിട്ടുണ്ട്. വ്യാഴം ബുദ്ധിയുടെ കാരകനാണ്. വ്യാഴം സന്താനങ്ങളുടെ കാരകനാണ്. ധീജിത് പുത്ര അംഗസൗഖ്യം, ധീ ബുദ്ധി, ചിത് മനസ്സ്, പുത്രൻ സന്താനങ്ങൾ, അംഗസൗഖ്യം ശാരീരികമായ അംഗത്തിൻ്റെ സുഖവും നിയന്ത്രിക്കുന്നു വ്യാഴം. വെൽത്ത് മാനേജ്മെൻറ്റ് പ്ലാനറ്റ് ആകുന്നു വ്യാഴം. ഒരു ജാതകത്തിൽ വ്യാഴം ബലവാനാണെങ്കിൽ അദ്ദേഹം വലിയ ഉപദേശിയാകുന്നു, കൺസൾട്ടൻ്റ് ആകുന്നു, അധ്യാപകനാകുന്നു, അദ്ദേഹം ചാറ്റേഡ് അക്കൗണ്ട് ആകുന്നു, അയാൾ ISROയിൽ സയൻറ്റിസ്റ്റ് ആകുന്നു. ഇങ്ങനെ ധാരാളം നല്ല കർമ്മങ്ങൾ വ്യാഴം വരുത്തി തീർക്കാറുണ്ട്. ആ വ്യാഴൻ ദുർബലമാണെങ്കിൽ, അനിഷ്ടഭാവത്തിൽ നിൽക്കുകയാണെങ്കിലോ വളരെയധികം പ്രതിസന്ധികളും ഉണ്ടാക്കും വ്യാഴത്തിന്. ഉന്മാദം, ഭ്രാന്ത് പോലും പറയണം വ്യാഴത്തിന്. അപ്രകാരം ശുഭങ്ങളും അശുഭങ്ങളും ഏത് ഗ്രഹങ്ങളും ചെയ്യും. ആത്മപ്രഭാവകാരകനെ ആദിത്യൻ പവർഫുള്ളാണെങ്കിൽ ഒരു വ്യക്തിയുടെ പ്രഭാവം അങ്ങേയറ്റം വളരും. സൂര്യൻ ആദിത്യൻ നീചസ്സനാണെങ്കിലോ അയാൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളും ക്രൂര സ്വഭാവത്തോടു കൂടിയും വർത്തിക്കുകയും ചെയ്യും. അപ്രകാരം ഗ്രഹങ്ങൾക്ക് ഉച്ചസ്ഥിതിയും നീചസ്ഥിതിയുമൊക്കെയുണ്ട്. കർക്കിടകത്തിലാകുന്നു വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രം. ഇന്ദ്രിയാംശ കർക്കിടകം 5 വ്യാഴത്തിൻ്റെ അത്യുച്ഛമാണ്. അപ്രകാരം വ്യാഴത്തിൻ്റെ അതിനീചം മകരം രാശിയിൽ, മകരം 5 ആകുന്നു. വ്യാഴത്തിൻ്റെ സ്വന്തം ക്ഷേത്രങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. ധനുവും മീനവും. ധനുവിൽ വ്യാഴത്തിന് 45 ഡിഗ്രി ബലം, മൂലക്ഷേത്ര ബലമുണ്ട്. ഇവിടെ വ്യാഴം ചാരവശാൽ അതിചാരത്തിലായിരുന്നു കർക്കിടകൻ രാശി തൻ്റെ ഉച്ചക്ഷേത്രത്തിൽ. അവിടെ നിന്നും വ്യാഴം ഇതാ ഡിസംബർ മാസം 5-ാം തീയതി വ്യാഴം തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി പ്രസ്തുത വ്യാഴം 2026 ജൂൺ മാസം 1-ാം തീയതി വീണ്ടും കർക്കിടകത്തിലേക്ക് വരും. ഈ വ്യാഴ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നു. ആ വ്യാഴത്തിൻ്റെ ആശ്രയഫലം നല്ലതാണ്. ബൗദ്ധേ ഭൂരിപരിച്ഛത ആത്മജ സുഹൃത്ത് സാജീവ്യയുക്ത സുഖി. ആ വ്യാഴം സജീവനാകും, മന്ത്രിയുടെ ജോലി ചെയ്യും, ഉപദേശം കൊടുക്കും, കൺസൾട്ടൻ്റ് ആകാം. ഭൂരിപരിച്ഛത ആത്മജ സുഹൃത്ത്, തനിക്ക് നല്ല അകമ്പടിക്കാരുണ്ടാകും. പരിച്ഛത എന്നാൽ അകമ്പടിക്കാരാണ്, നല്ല ഭൃത്യന്മാരുണ്ടാകും. ഭൂരി വർദ്ധിച്ച അകമ്പടിക്കാരും. ആത്മജ സന്താന ഗുണവും സുഹൃത്തുക്കളും. സാജീവ്യ മന്ത്രിപ്പണി, ഉപദേശം കൊടുക്കുന്ന ജോലിയും. സുഖി സുഖത്തോടു കൂടിയും ഇരിക്കും. ഇവിടെ നാം ചിന്തിക്കേണ്ടത് ഏതെല്ലാം രാശിക്കാർക്ക് വ്യാഴം സുഖങ്ങൾ തരും, ദുഃഖങ്ങൾ തരും എന്ന വിഷയമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഞാൻ വൃശ്ചികൻ രാശിക്കാരനാണ്. കഴിഞ്ഞ 3 ആഴ്ചക്കാലം ബോംബെയിലായിരുന്നു. എനിക്ക് വൃശ്ചികൻ രാശിക്കാർക്ക് വ്യാഴം അതിശക്തമായി 9-ാം ഭാവത്തിൽ കർക്കിടകത്തിൽ നിൽക്കുന്ന സമയത്താണ് ഞാൻ ബോംബെയിലേക്ക് പോയത്. ഞാൻ ബോംബെയിൽ സന്ദർശിക്കാത്തത് 8 വർഷത്തോളമായി. എനിക്ക് നിറയെ ക്ലയൻസുകളുള്ള ഒരു മഹാനഗരമാണ് ബോംബെ. ബോംബെ എനിക്ക് വളരെ ഇഷ്ടമാണ്. ബോംബെ മോഹിനിയാണ്. ഞാൻ 10-20 വിദേശ രാഷ്ട്രങ്ങൾ യാത്ര ചെയ്ത വ്യക്തിയാണ്. പക്ഷേ ബോംബെയിൽ വിമാനം ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു അസാധ്യമായ വൈബ്, ഓറ, എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്.
അപ്രകാരം ബോംബെയിൽ നിന്നും സഞ്ചരിക്കുമ്പോൾ. അതിനാൽ കർക്കിടകൻ രാശിയിൽ ഉച്ചസ്ഥനായ സമയത്താണ് ഞാൻ എന്ത് ചെയ്തത്? ബോംബെയിൽ പോയി. എനിക്ക് ധാരാളം സൗഹൃദങ്ങളുണ്ടായിരുന്നു. ഞാൻ കേവലം 10 ദിവസത്തെ യാത്രയ്ക്ക് പോയ വ്യക്തിയായ ഞാൻ വീണ്ടും 10 ദിവസം കൊണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അത്രത്തോളം എനിക്ക് ക്ലയൻസ് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ പൂനെയിൽ പോകേണ്ട ഒരാഴ്ച പൂനെയിൽ ഫുൾ പ്രോഗ്രാമായിരുന്നു. അതുപോലെ ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു ആ വ്യാഴത്തിൻ്റെ പ്രഭാവ സമയത്ത്. പക്ഷേ വ്യാഴം 5-ാം തീയതി മിഥുനത്തിലേക്ക് വന്നു. ശരിക്കും 4-ാം തീയതി മുതൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഞാൻ അനുഭവിച്ചു. എനിക്ക് അനാവശ്യമായി ഞാൻ എയർപോർട്ടിൽ 4-ാം തീയതി രാത്രി എയർപോർട്ടിൽ നിൽക്കുമ്പോൾ വലിയൊരു സംഖ്യ, സാധാരണ അക്ബർ ട്രാവൽസിൽ നിന്നാണ് ഞാൻ ദിർഹമൊക്കെ സമ്പാദിക്കാറ് ബോംബെയിൽ നിന്നും വരുമ്പോൾ. ഏത് രാജ്യത്ത് പോകണമെങ്കിലും. ഇപ്പം ലണ്ടനിൽ പോയ സമയത്ത് ഞാൻ കൊച്ചി അക്ബർ ട്രാവൽസിൽ നിന്നായിരുന്നു സ്റ്റെർലിംഗ് പൗണ്ട് വാങ്ങിയത്. ഇപ്രകാരം ഓരോ രാജ്യത്ത് പോകുമ്പോഴും നാം സമ്പാദിക്കും. വലിയൊരു പ്രയാസമില്ലാതെ നമുക്ക് കാശ് കിട്ടും. പക്ഷേ ഞാൻ എയർപോർട്ടിൽ നിന്നും ധനം എനിക്കിവിടെ ആവശ്യമുണ്ടായിരുന്നു. വാങ്ങിയ സമയത്ത് ഞാൻ കേട്ടത് തുക മറ്റൊന്നായിരുന്നു. പക്ഷെ ഞാൻ അനുവദിച്ചു. കാശ് വാങ്ങുമ്പോഴേക്ക് എനിക്ക് ഭീമമായ നഷ്ടം വന്നു. ആ സംഖ്യക്ക് 12,000 രൂപ എനിക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നേടുന്ന കാശാണ്. ഞാൻ പറയുന്നത് അതാണ് വ്യാഴം. എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്ന വ്യാഴം ഇന്ന് വൃശ്ചികൻ രാശിയിൽ എനിക്ക് 8-ാം ഭാവത്തിൽ നിൽക്കുന്നു. എനിക്ക് വലിയ ധനനഷ്ടമുണ്ടായി. പിന്നെ ഞാനത് ചിന്തിക്കാറില്ല. പോകാനൊരു കാരണമുണ്ടെങ്കിൽ പോകട്ടെ. തിരിച്ച് ഞാൻ ഷാർജയിൽ എൻ്റെ ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് ഒരു പാകിസ്ഥാനിയുടെ കാറിൽ വെച്ച് ഞാൻ പോകേണ്ട സ്ഥലം പറഞ്ഞു. അദ്ദേഹത്തിന് സ്ഥിരം അറിയുന്ന ആളാണ്. ഒരാവശ്യവുമില്ലാതെ എനിക്കൊരു 7 ദിർഹത്തിന് എത്തുന്ന സ്ഥലമാണ്. അദ്ദേഹം അനാവശ്യമായി യു ടേൺ എടുത്ത് തിരിഞ്ഞ് വന്ന് അദ്ദേഹം അത് 12 ദിർഹമാക്കി. പ്ലസ് ഇവരുടെ സർവീസ് ചാർജ് 3.5 ദിർഹവും. അങ്ങനെ 15 ദിർഹം ഞാൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു. ഇതാണ് വ്യാഴം. നിങ്ങൾ അറിയുക, മേടൻ രാശിക്കാർക്ക് വ്യാഴം ബുദ്ധിമുട്ടുകളുണ്ടാക്കും. മിഥുനൻ രാശിക്കാർക്ക് ജന്മവ്യാഴമാണ്, ബുദ്ധിമുട്ടുണ്ടാക്കും. കർക്കിടകൻ രാശിക്കാർക്ക് 12-ൽ വ്യാഴമാണ്, ബുദ്ധിമുട്ടുണ്ടാക്കും. വൃശ്ചികം ഉൾപ്പെടുന്ന എൻ്റെ രാശിക്കാർക്ക് അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. മകരൻ രാശിക്കാർക്ക് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കാം. മീനൻ രാശിക്കാർക്ക് മിശ്രഫലം, പലപ്പോഴും സമാധാനം കുറയും. കന്നി രാശിക്കാർക്ക് 10-ൽ വ്യാഴം, മിശ്രഫലമായിരിക്കും ഫലം. അതൊന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇടവൻ രാശിക്കാർക്കും ചിങ്ങൻ രാശിക്കാർക്കും തുലാം രാശിക്കാർക്കും ധനുരാശിക്കാർക്കും കുംഭൻ രാശിക്കാർക്കും ഈ വ്യാഴം സത്ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതുമായിരിക്കും. നമുക്ക് വിശദമായി മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെ ചർച്ച ചെയ്യാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ വ്യാഴം നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണെന്ന് അറിയുക. 6 ജ്യോതിഷത്തിൽ നല്ല ഭാവമാണോ? അല്ല. ഷഷ്ടം ദ്വാദശം അഷ്ടമഞ്ച മുനിയോ ഭാവാൻ അനിഷ്ടാൻ വിദുഹു. 6, 8, 12 ഭാവങ്ങൾ അനിഷ്ടങ്ങളാണ്. അതിനാൽ ഏത് ഭാവാധിപൻ ആ ഭാവത്തിൽ പോയി നിന്നാലും, അല്ലെങ്കിൽ ഈ ഭാവങ്ങളുടെ അധിപന്മാർ ഏത് ഭാവത്തിൽ നിന്നാലും ആ ഭാവത്തിന് നാശമുണ്ടാക്കും, വൈകല്യമുണ്ടാക്കും, ക്ലേശങ്ങളുണ്ടാക്കുമെന്നറിയുക. ഇവിടെ വ്യാഴം മകരൻ രാശിക്കാർക്ക് 2 ഭാവങ്ങളുടെ അധിപനാണ്. ഒന്ന് അവരുടെ സഹായപതിയാണ്, സഹോദരങ്ങളാണ്, അവരുടെ അഭിമാനമാണ്, പരാക്രമമാണ്. പിന്നീട് അവരുടെ വൈകല്യമാണ്, 12-ാം ഭാവമാണ്, അവരുടെ വീഴ്ചയാണ്. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. 6-ൽ വ്യാഴം വരുമ്പോൾ ധാരാളം ശത്രുക്കൾ വരും. അശത്രുഹു എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. വരാഹമിഹിരാചാര്യൻ അശത്രുഹു നാസ്തി ശത്രുഹു യസ്യ സഹ അശത്രുഹു. ആർക്കാണ് ശത്രു ഇല്ലാത്തത് അയാളാണ് അശത്രു. പക്ഷെ ഇവിടെ 6-ാം ഭാവത്തിൽ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധൻ ശത്രുക്കളെ ഉണ്ടാക്കും. ഇവിടെ സഹോദരങ്ങൾ ശത്രുക്കളാവും. തൻ്റെ ഓഫീസിലെ പ്രിയപ്പെട്ട തൻ്റെ സഹായികൾ ശത്രുക്കളാകും. തനിക്കെല്ലാം ചെയ്യുന്ന സുഹൃത്ത് അപ്പന മതദാനേവാല ലോക്, തന്നെ സഹായിക്കുന്ന വ്യക്തി തൻ്റെ ശത്രുക്കളാകും. വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും. പലപ്പോഴും രേഖാപരമായ തടസ്സങ്ങൾ വരും. അതുമാത്രമല്ല വൈകല്യവാനും കൂടിയാണ്, രോഗാധിപനാണ്. ശാരീരികമായി വളരെയധികം ഇയർ നോസ് ത്രോട്ട് വളരെ ശ്രദ്ധിക്കണം. ഉറക്കം വളരെ കുറയും, ഉറങ്ങാൻ കഴിയില്ല.
ഇങ്ങനെയുള്ള വലിയ ബുദ്ധിമുട്ടുകൾ ഈ വ്യാഴം ഉണ്ടാക്കും മകരൻ രാശിക്കാരൻ. രുചാർത്ഥോ ജനന്യാഹ രുജസംഭവീഹു. 6-ൽ വ്യാഴം വരുമ്പോൾ തൻ്റെ മാതാവ് രോഗിണിയാകും. രുചാർത്ഥ താൻ രോഗം കൊണ്ട് ബുദ്ധിമുട്ടും. രുചേനാർത്ഥ ഭവതി തനിക്ക് സ്വസ്ഥത വളരെ കുറയും. ജനന്യാഹ രുജസംഭവേഹു തൻ്റെ അമ്മയ്ക്ക് രോഗാദി അരിഷ്ടതകൾ വരും. രിപോ വാഗ്പദോ ശത്രുഹന്തൃത്വമേതി 6-ലെ വ്യാഴം ശത്രുവിനെ നശിപ്പിക്കും. ഇത് ആചാര്യൻ ചൊല്ലിയ ശ്ലോകമാണ്. പക്ഷേ ഇവിടെ ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴം തനിക്ക് ശത്രുക്കളാൽ ബുദ്ധിമുട്ടുകളാണ് വരിക. വളരെ ആലോചിച്ചു കൊള്ളണം. 150 ദിവസം. ബലാദുദ്ധത കോരണേതസ്യ ജേത മഹിഷ്യാധികം മാതുലാനാം വിനാശ. അമ്മാമന്മാർക്ക് രോഗാദി അരിഷ്ടതകൾ വരും. അമ്മയ്ക്ക് രോഗങ്ങൾ, അമ്മാവന്മാർക്ക് വിനാശം, നാശമുണ്ടാകും, ബുദ്ധിമുട്ടുകൾ വരും. മഹിഷ്യാധികം തനിക്ക് വാഹനം, പശുക്കൾ, നാൽക്കാലികളൊക്കെ ലഭിക്കും. പക്ഷേ ഇവിടെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. സാഹോദര്യ ബന്ധം നിലനിർത്തുക, സഹായികളുമായി തർക്കത്തിന് പോകരുത്. ശാരീരിക ക്ലേശങ്ങൾ വളരെയധികം വരും. വളരെ ശ്രദ്ധിക്കും. മനസ്സിന് അസ്വസ്ഥത ധാരാളം ഉണ്ടാകും. പെട്ടെന്ന് ഇറിറ്റേഷൻ വരും. ഇയർ നോസ് ത്രോട്ടിനെ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ പരിഹാരം നന്നായി ജപം മാത്രമാണ്. അതിനപ്പുറത്തൊരു പരിഹാരവുമില്ല പ്രിയമുള്ള മകരൻ രാശിക്കാരെ. നന്ദി, നമസ്തേ.